പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഒക്ടോബർ മാസം 29 ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചല്ലോ. കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിൽ നിന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചില്ലേ? ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ എഴുന്നേൽപ്പിച്ചിരിക്കുമ്പോൾ ആ കരം ഉയർത്തിപ്പിടിച്ച് കർത്താവിന് നമ്മളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം വിശ്വാസത്താൽ കണ്ടാട്ട് കർത്താവ് നമ്മുടെ കൈ പിടിച്ച് അത്ഭുതകരമായി നമ്മളെ നടത്തുന്നു. ആമേൻ. അത്ഭുതകരമായി ജയകരമായി നടത്തുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് വിശ്വാസത്തോടെ സന്തോഷത്തോടെ ഒന്ന് സ്തോത്രം പറയുന്നു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അപ്പാ, അങ്ങ് അത്ഭുതകരമായി ഈ പകൽക്കാലം ഞങ്ങളെ നടത്തുന്നതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം 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 സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു. അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. അപ്പോൾ അങ്ങയുടെ കൃപകൾക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ വാത്സല്യത്തിനായിട്ട് സ്തോത്രം, അങ്ങയുടെ ദയക്കായിട്ട് സ്തോത്രം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്, 33-ാം സങ്കീർത്തനം: നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, 10 കമ്പിയുള്ള വീണ കൊണ്ട് കർത്താവിന് സ്തുതി പാടുവീൻ, കർത്താവിന് പുതിയ പാട്ട് പാടുവീൻ, ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പീൻ. ഹല്ലേലൂയ. യഹോവയുടെ വചനം നേരുള്ളത്, കർത്താവിൻ്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം, ആരും വസ്ത്രത്തിലായിട്ട് നിൽക്കാതെ. ആമേൻ. ദൈവം പ്രാർത്ഥന എന്ന് പറയുന്നത് കർത്താവ് നമ്മളോട് ഒന്നിച്ചിരിക്കുന്ന അനുഭവമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നത് കർത്താവിന് ഭൂമിയിൽ പ്രവർത്തിക്കുവാൻ നമ്മൾ കൊടുക്കുന്ന ഒരു അവസരമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുക. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഓരോരുത്തരെയും വ്യക്തിപരമായി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളിൽ അങ്ങയുടെ അത്ഭുത പ്രവൃത്തി യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ. ഇന്നത്തെ പകൽക്കാലം നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ, അത്ഭുതകരമായ പ്രവൃത്തികൾ, മഹാത്ഭുതങ്ങൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവേ, നിന്ദിക്കപ്പെട്ടു പോകും, നാണിച്ചു പോകും, തല കുനിച്ചു പോകും എന്തൊക്കെ വിചാരിച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ അവൻ നിന്ദിക്കപ്പെടും, നാണിച്ചു പോകും, തല കുനിച്ച് നടക്കേണ്ടി വരും എന്തൊക്കെ വിചാരിച്ചിരിക്കുന്ന ചില വിഷയങ്ങളിൽ ഇന്നത്തെ പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരത്ഭുതം സംഭവിക്കട്ടെ. ഇന്നത്തെ പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരത്ഭുതം സംഭവിക്കട്ടെ. നിന്ദിക്കപ്പെടുവാനല്ല ദൈവം വിളിച്ചത് മാനിക്കുവാനാകിയാൽ സ്തോത്രം. അതുകൊണ്ട് കർത്താവേ, നിന്ദിക്കപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നിടത്ത്, തല കുനിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അത്ഭുതം നടന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവേ, കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. താങ്ക് യു ജീസസ്. കണ്ണ് റിലേറ്റഡ് ആയിട്ടുള്ള സകല വിഷയങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഡയബറ്റീസ് മുഖാന്തരം കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് വന്ന്, മറ്റു പല കാരണങ്ങളാൽ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് വന്നിരിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ കാഴ്ച മടങ്ങി വരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ കണ്ണിൻ്റെ കാഴ്ച ഇപ്പോൾ മടങ്ങി വരട്ടെ. കണ്ണിൻ്റെ കാഴ്ച മടങ്ങി വരട്ടെ. കണ്ണിൻ്റെ കാഴ്ച മടങ്ങി വരട്ടെ. കണ്ണിനകത്തുള്ള സകല അസ്വസ്ഥതകളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ. കണ്ണിൻ്റെ അകത്തുള്ള അസ്വസ്ഥതകൾ മാറിപ്പോകട്ടെ. അതുപോലെ കർത്താവേ, സാമ്പത്തികമായ എല്ലാ ആവശ്യങ്ങളിലും ദൈവിക ഇടപെടലുകൾ സംഭവിക്കണമേ. ആമേൻ. ലോൺ അടയ്ക്കുവാൻ മാർഗമില്ലാതെ, കടം മേടിച്ചത് കൊടുക്കുവാൻ മാർഗമില്ലാതൊക്കെ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചില വാതിലുകൾ ഓപ്പൺ ആകട്ടെ.
ആമേൻ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവർ യഹോവയാൽ ഉപദേശിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി, അങ്ങേക്ക് പ്രയോജനമുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ സഹായിക്കണം. ആമേൻ. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങളിപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. അവർ ഫ്രൂട്ട്ഫുള്ളായി തീരട്ടെ. അവരുടെ പ്രവർത്തന മുഖാന്തരം ഏറ്റവും വലിയ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കട്ടെ. ആമേൻ. കർത്താവ് ഇന്ന് വൈകിട്ട് നമ്മുടെ മീറ്റിങ്ങിനെ അനുഗ്രഹിക്കുന്നു. അതും കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹിമയ്ക്കായി തീരുവാൻ കർത്താവ് സഹായിക്കണം. ദൈവപ്രവൃത്തി നടക്കുവാൻ കർത്താവ് സഹായിക്കണം. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യുമാറാകട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടാകും. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കെടുത്താൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. പ്രത്യേകിച്ച് ആമേൻ 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ നമുക്ക് സ്പെഷ്യൽ മീറ്റിംഗ് ആണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കെടുക്കണം. എല്ലാം കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനും നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിനും കാരണമായി തീരും. അപ്പം ഇന്ന് പ്രഭാതി പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് പോകാം. വളരെ ശ്രദ്ധയോടുകൂടെ ദൈവവചനം നമുക്ക് കേൾക്കാം. സങ്കീർത്തനം 46-ന്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഗോഡ് ഈസ് അവർ റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത്, എ വെരി പ്രസൻറ്റ് ഹെൽപ്പ് ഇൻ ട്രബിൾ. ആമേൻ. അപ്പം ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ കർത്താവ് എന്താ നമ്മുടെ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്നാണ് ഇവിടെ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പം ഇന്ന് പ്രഭാതത്തിൽ നമ്മളതുകൊണ്ട് വിശ്വസിക്കണം. ദൈവവചനത്തെ വിശ്വസിക്കുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ദൈവവചനത്തെ വിശ്വസിക്കുന്നതാണ് ഏറ്റവും വലിയ വിജയം. അപ്പം വേദപുസ്തകത്തിൽ പറയുക, ഇതിനകത്ത് കർത്താവ് പറയുക, ദൈവം നമ്മുടെ സങ്കേതവും ആമേൻ ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ നമ്മളെ സഹായിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. കഷ്ടങ്ങളിൽ അല്ലെങ്കിൽ പ്രയാസങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ നമ്മുടെ ഏറ്റവും അടുത്ത സഹായി, ഏറ്റവും അടുത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മുടെ കർത്താവായിരിക്കും. ആമേൻ. അതങ്ങ് വിശ്വസിക്കണം. അതായത് മറ്റാരേക്കാളും നമ്മുടെ കൂടെ അടുത്ത് നിൽക്കുന്നത് നമ്മുടെ യേശുവാണ്. മനുഷ്യനല്ല അടുത്ത് നിൽക്കുന്നത്, ഭാര്യയല്ല അടുത്ത് നിൽക്കുന്നത്, ആമേൻ ബന്ധുക്കളോ സ്വന്തക്കാരോ ഒന്നുമല്ല. ആമേൻ. കർത്താവാണ് നമ്മുടെ കൂടെ ഏറ്റവും എപ്പോഴും അടുത്ത് നിൽക്കുന്നത്. ഈ സങ്കീർത്തനം 46 എഴുതുന്നു പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഭയങ്കര പ്രതിസന്ധികളിലൂടെ അവരായിരിക്കുന്ന രാജ്യം കടന്നു പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് പ്രശ്നങ്ങളുടെ നടുവിൽ കുലുക്കത്തിൻ്റെയും കലഹത്തിൻ്റെയും ഒക്കെ നടുവിൽ അവർ ഡിക്ലെയർ ചെയ്യുക, ദൈവം ഞങ്ങളുടെ സങ്കേതമാകുന്നു. അതായത് ഞങ്ങളുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ദൈവമാകുന്നു. ദൈവം ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ ബലമാകുന്നു. ബലമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബലഹീനരായിരിക്കുമ്പോൾ കർത്താവാകുന്നു ഞങ്ങളുടെ ബലം. എന്നിട്ട് പറയാം, ഞങ്ങളുടെ ഏറ്റവും അടുത്ത സഹായി, ഞങ്ങൾ ഒരിക്കലും തനിച്ചല്ല, കർത്താവ് ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. അപ്പം നമ്മുടെ പ്രൊട്ടക്ഷൻ കർത്താവാകുന്നു, നമ്മുടെ ബലം കർത്താവാകുന്നു. പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ തനിച്ചാണോ എന്താണോ എന്ന് ആമേൻ ഏകരായി എന്ന് തോന്നുമ്പോൾ പറയണം, ഇല്ല, യേശുവായി എനിക്ക് ഏറ്റവും അടുത്ത തുണയായി എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ കരങ്ങളെ ഉയർത്തി പറയണം, ആമേൻ. ആമേൻ. നമ്മളോട് തന്നെ പറയണം. ഈ ദിവസം തുടങ്ങുമ്പോൾ നമ്മളോട് തന്നെ പറയണം, ഞാൻ തനിച്ചല്ല, യേശു എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ഭാരങ്ങളെ ചുമക്കുന്നവനായി എൻ്റെ കൂടെയുണ്ട്. എൻ്റെ മുമ്പിലുള്ള പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ എൻ്റെ കൂടെ യേശുവുണ്ട്. എന്നെ സമാധാനിപ്പിക്കുവാൻ എൻ്റെ കൂടെ യേശുവുണ്ട്. ഏത് പ്രതിസന്ധിയുടെ നടുവിലും എൻ്റെ കൂടെ യേശുവുണ്ട്. ഇന്നലെ പ്രഭാതത്തിൽ നമ്മൾ കേട്ടില്ലേ, അതായത് പടകിൽ തിരമാല അടിച്ചു കയറി വെള്ളം കയറി പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുമ്പോൾ അവരുടെ കൂടെ ആരുണ്ടായിരുന്നു? അവരുടെ കൂടെ യേശു ഉണ്ടായിരുന്നു. അവർ നിലവിളിച്ചപ്പോൾ യേശുവാണ് അവരെ രക്ഷിച്ചത്. ഇന്ന് പകൽക്കാലം ഓർത്തോണം, നമ്മുടെ കൂടെ എപ്പോഴും യേശുവുണ്ട്. നിങ്ങൾ തനിച്ചല്ല ഒരിക്കലും ഒരു കാര്യവും ചെയ്യുന്നത്. ആമേൻ, ആമേൻ. രക്ഷിക്കുന്ന മഹാവീരനെ പോലെ നമ്മുടെ കൂടെ കർത്താവുണ്ട്. ഒരു മഹാവീരനെ പോലെ യേശു നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മൾ കാണുവാൻ തയ്യാറാണ്. ഒരു കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ അപ്പൻ്റെ കൈ പിടിച്ചുകൊണ്ട് എത്ര വലിയ പ്രശ്നങ്ങളുടെ നടുവിലൂടെ പോകുമ്പോഴും ആ കുഞ്ഞിന് ഭയങ്കര കോൺഫിഡൻസാണ്. എത്ര തിരക്കിൻ്റെ നടുക്കിൽ കൂടെ പോയാലും, എത്ര പ്രശ്നങ്ങളുടെ നടുവിലൂടെ പോയാലും, എത്ര ഭയാനകമായ സാഹചര്യങ്ങളിലൂടെ അവൻ കടന്നു പോകുമ്പോഴും ആ കുഞ്ഞിൻ്റെ അപ്പൻ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന് സമാധാനമുണ്ടെന്ന് പറഞ്ഞതുപോലെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ലോകയാത്രയിൽ നമ്മുടെ കൂടെ നിരന്തരം ഏറ്റവും അടുത്ത സഹായിയായി, ഏറ്റവും അടുത്ത ആശ്വാസദായകനായി യേശു നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഭയം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ പറയണം,
ആമേൻ, ജീസസ് ഈസ് പ്രസൻറ്റ്. കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കങ്ങൾ, പ്രതിസന്ധികൾ വരുമ്പോൾ പറഞ്ഞു, ഇല്ല, യേശു എൻ്റെ അടുക്ക തന്നെയുണ്ട്. നമ്മൾ തനിച്ചെന്ന് നമ്മൾ തോന്നുമ്പോൾ നമ്മുടെ വാഗൊണ്ട് നമ്മൾ ഉറക്കെ വിളിച്ച് പറയണം, ആമേൻ, കർത്താവിൻ്റെ സാന്നിധ്യം എന്നെ ശക്തീകരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് എല്ലാ പ്രതിസന്ധിയിലും എല്ലാ പ്രശ്നത്തിൻ്റെ നടുവിലും ആരാ നമ്മുടെ കൂടെയുള്ളത്? യേശു എൻ്റെ കൂടെയുള്ളത് കൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ നിരാശപ്പെടുകയില്ല, ഞാൻ തളർന്നു പോവുകയില്ല. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ സങ്കേതമാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളുടെ ബലമാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഏത് സാഹചര്യങ്ങളിലും ഞങ്ങളുടെ ഏറ്റവും അടുത്ത തുണ യേശുവേ അങ്ങാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഈ ഒരു ബോധ്യത്തോടെ ഇന്ന് പകൽക്കാലം ജീവിക്കണം. നമ്മൾ തുടങ്ങിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ദൈവവചനത്തെ അങ്ങ് വിശ്വസിക്കാമെങ്കിൽ അത്ഭുതമായി ജീവിക്കാൻ കഴിയും. അപ്പം യേശു എൻ്റെ സങ്കേതവും യേശു എൻ്റെ ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ എൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, എന്നെ സഹായിക്കാൻ എൻ്റെ കൂടെ നിൽക്കുന്നത് യേശുവാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നേറുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. കരമുയർത്തി പറ, വി ആർ ബ്ലെസ്ഡ്, we are really blessed, we are permanently blessed and highly favored. God bless you, God bless you, God bless you.